ഉപരിതലത്തിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് അപകടാവസ്ഥയിലായ തിരുവേഗപ്പുറ പാലം ഈ ജനുവരി 1 അർദ്ധരാത്രി മുതലാണ് അടച്ചിട്ട് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്ന പാലം അറ്റകുറ്റപ്പണി കേവലം 26 ദിവസം കൊണ്ട് തീർത്താണ് വീണ്ടും ഗതാഗതത്തിനായി തുറക്കുന്നത്. ഇതോടെ മാസങ്ങളായി യാത്രക്കാർ അനുഭവിച്ചെന്ന ദുരിതത്തിനും താൽക്കാലിക ആശ്വാസമാകും. കഴിഞ്ഞ ഒക്ടോബർ 31 തൂതപ്പുഴയ്ക്ക് കുറുകെ മലപ്പുറം, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ കിഴക്കുഭാഗത്ത് വിള്ളൽ കണ്ടെത്തിയത്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ആദ്യം വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും പിന്നീട് ജനുവരി 1 മുതൽ പാലം പൂർണ്ണമായും അടച്ചിടുകയുമായിരുന്നു. കാൽനട യാത്രക്കാർക്ക് മാത്രമായിരുന്നു ഇതുവഴി പ്രവേശനം അനുവദിച്ചിരുന്നത്. പാലം അടച്ചിട്ടതോടെ KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകൾ പാലത്തിന്റെ ഇരുകരകളിലും യാത്രക്കാരെ ഇറക്കി മടങ്ങുകയായിരുന്നുണ്ടായിരുന്നത്. വളാഞ്ചേരി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ പൂക്കാട്ടിരി, പുലാമന്തോൾ വഴി കിലോമീറ്ററുകൾ ചുറ്റിയാണ് കൊപ്പം ഭാഗത്തേക്ക് എത്തിയിരുന്നത്. ഹൈവേ റിസർച്ച് സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. ജനപ്രതിനിധികളും RTO ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും ചേർന്നുള്ള ഉന്നതതല യോഗം ചേർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും ഏകോപിപ്പിച്ചത്. 2022 അറ്റകുറ്റപ്പണി നടത്തിയിരുന്നെങ്കിലും വീണ്ടും വിള്ളൽ രൂപപ്പെട്ടത് ആശങ്കയുണ്ടാക്കിയിരുന്നു. വർക്ക് കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മളൊരു രാവിലെ 6 മണിക്ക് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഇന്നിപ്പോ ലാസ്റ്റ് ഘട്ടത്തിൽ ടാറിംഗ് ആണ്. ടാറിംഗ് കഴിഞ്ഞു, ഫിനിഷായി. പക്ഷേ ഇത്രത്തോളം വണ്ടികളിലൊന്ന് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കാൻ കഴിയില്ലല്ലോ, ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. നാളെ രാവിലെ 6 മണിക്ക് ഓപ്പൺ ചെയ്യും. അപ്പൊ മുഴുവൻ പണി കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഈ ചാനൽ ന്യൂസ് തിരുവേഗപ്പുറ. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ വേഗം ശരിയാക്കേണ്ടി വരില്ലേ കണ്ണാ? വേണം. കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം.